ഇത്ര വളർന്നു വരുന്ന കലാകാരന്മാർക്ക് റോള് കിട്ടി, ഞാനടക്കം റോള് കിട്ടി. അപ്പോൾ അത് ഒരു മാത്രമല്ല എന്നിലേക്ക് അഭിനയിപ്പിക്കപ്പെട്ട പാട് മാത്രമല്ല, അതൊരു പച്ചയായ, അതായത് വളരെ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് ഗോഡ് ഫാദർമാരില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്ന് സിനിമാ മേഖലയിലെത്തിയ ഒരു സംവിധായകനാണ്. അതുകൊണ്ട് പച്ചയായ ജീവിതങ്ങൾ വിഷ്ണുവിൻ്റെ സിനിമയിലുണ്ടാവും. നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞു വിഷ്ണുവിനെ ഒന്ന് പരിചയപ്പെടണം, ഒരു കവിത പോലെ തോന്നി എന്ന്. ആരായിരുന്നു ആ ചേട്ടൻ? ബിജു മേനോൻ, മേതിൽ ദേവിക, അനു മോഹൻ, അനുശ്രീ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മേപ്പടിയാൻ എന്ന ചിത്രത്തിന് ശേഷം വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത കഥ ഇന്നുവരെ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പിന്തുണയുമായി തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. പ്രണയിച്ചവർക്കും പ്രണയിക്കാൻ തുടങ്ങുന്നവർക്കും പ്രണയത്തിൻ്റെ വേദന അറിയുന്നവർക്കുമൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റിയ ചെറിയൊരു ഫീൽ ഗുഡ് ഐറ്റമാണ് ഈ ചിത്രമെന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നു. വിവിധ കാലഘട്ടങ്ങളിലുള്ള 4 പ്രണയങ്ങളിലേക്കാണ് സംവിധായകൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരത്ത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ പ്യൂൺ രാമചന്ദ്രന്റെ ജീവിതവും ഈ പ്രണയങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥാതന്തു. ചിത്രത്തിന്റെ സംവിധായകനായ വിഷ്ണു മോഹൻ, നടി അനുശ്രീ, ഹരി പത്തനാപുരം ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുനലൂരിലെത്തി. പുനലൂർ ഡി മാളിൽ നടന്ന ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനത്തിൽ പ്രേക്ഷകരോടൊപ്പം അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. ചിത്രത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകനുമായ ഹരി പത്തനാപുരവും മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിന് കിട്ടിയ പ്രേക്ഷക സ്വീകാര്യതയിൽ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ വിഷ്ണു മോഹനും നടി അനുശ്രീയും പറഞ്ഞു. ഹക്കിമിന്റെ ഒരു പ്രണയമുണ്ട്, അത് വല്ലാത്തൊരു പ്രണയമാണ്. നിങ്ങൾ ശരിക്കും റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ പ്രണയിക്കാനാണോ? പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് 2 മാസമായിട്ടുള്ളൂ. അത് ശരി. അപ്പൊ പ്രണയകരുണ്ടായിരുന്നു അല്ലേ? അതുപോലൊക്കെ തന്നെ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, അനുഗ്രഹിക്കുക. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറിനോട് ആദ്യം ഈ പടം കണ്ടിറങ്ങിയപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ. കാരണം പ്രേമിച്ചവർക്കും പ്രേമിച്ചിട്ട് പ്രേമം നഷ്ടപ്പെട്ടവർക്കും ഒരുപാട് ഫീലാവുന്നൊരു പടമാണ്. കറക്റ്റല്ലേ? അതാണ് പ്രേമിക്കുന്നതല്ല, പ്രേമിച്ചിട്ട് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന, ഒരു പെയിൻ. അതാണ് ഈ പടത്തിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ്, ആ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ്. നമ്മൾ അതുവരെ ഇതെങ്ങനെ പോയി എവിടെ തീരും എന്നുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് വളരെ ഭംഗിയായിട്ട് ഉണ്ടായി. പിന്നെ മുഴുനീളമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക്. പിന്നെ രണ്ടാമത് എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അന്നും പറഞ്ഞ പ്രധാനമായിട്ട് 2 ക്യാരക്ടർ, ഹക്കീം, അനുശ്രീ. അത് ഞാൻ പറയാം, പ്രധാനം എന്ന് പറഞ്ഞാൽ അനുശ്രീ ഞെട്ടിച്ചു കളഞ്ഞു. ക്യാരക്ടർ മാത്രമല്ല 4 സമയത്ത് പ്രണയം കാണാൻ കഴിയും. നാട്ടുകാരാണ്. ഇഷ്ടപ്പെട്ടാ? അടുത്തൊക്കെ പറയൂ. ഇഷ്ടപ്പെട്ടാ? സംവിധായകൻ വിഷ്ണു മോഹന്റെ എളിമയും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹം സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ വിജയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഹരി പത്തനാപുരം വ്യക്തമാക്കി. തുടർന്ന് തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകരോടൊപ്പം കേക്ക് മുറിച്ച് പങ്കുവെച്ചാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മടങ്ങിയത്. സന്തോഷം. എല്ലാവരും കൂടുതൽ ആൾക്കാരോട് പറയാ, സിനിമ കണ്ട ആൾക്കാർ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയ ആ അഭിപ്രായം ആൾക്കാരോട് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ ആളുകൾ കൂടുതൽ പേര് തിയേറ്ററിൽ വന്നാൽ സന്തോഷം. ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ്, ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 35 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാവുകയാണെങ്കിൽ ഇത് ഫീൽ ചെയ്യാം. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ പ്രണയിച്ച കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇതുപോലെ തിയേറ്ററിൽ പോയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ചോദിച്ചപ്പോൾ ഇതിൽ പഴയ പ്രണയം ഓർമ്മയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം സംസാരം അവർ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസമായുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ ഇതിനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പം പ്രണയിച്ചവർക്കും പ്രണയിക്കാത്തവർക്കും എല്ലാം ഇത് ആവുന്നുണ്ട്. അപ്പം സന്തോഷം. ഇത്രയും ആൾക്കാരൊക്കെ ഈ ഉച്ച സമയത്തൊക്കെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ക്ലൈമാക്സ് പ്രതീക്ഷിച്ചോ? എല്ലാം ട്വിസ്റ്റായിരുന്നു. ഞാനിവിടെ പറയേണ്ട എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും പറയൂട്ടോ കാണാനായിട്ടൊക്കെ. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.